Hi guys, welcome back to my channel. This is Nia. Thanks a lot for stopping by. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ഇത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സെലിബ്രിറ്റി പ്രിയ പി വാര്യരാണ്. നിങ്ങൾക്കപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലല്ലോ, അത് ആരാന്നുള്ളത് ഇപ്പോൾ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഫുൾ എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരുടെ എവിടെ നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും വാട്സാപ്പിൽ നോക്കിയാലും ഫുൾ സ്റ്റാറ്റസ് അങ്ങോട്ട് പിക്ചർ തന്നെയാണ്. സോ മോറോവർ മലയാളിയാണ്, പിന്നെ തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഞാൻ അവളെ തന്നെ ജസ്റ്റ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കിനായിട്ട് ഞാൻ അപ്പം പ്രിയനെ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അവളിട്ടിരിക്കുന്നത് ഭയങ്കര ഒരു സിമ്പിൾ മേക്കപ്പാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മേക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. ന്യൂഡ് ഓൾമോസ്റ്റ് എല്ലാം മാറ്റ് ഫിനിഷാണ്, ഹൈലൈറ്റിംഗ് ഒന്നുമില്ല. ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ട്രൈക്കിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ഐ മേക്കപ്പാണ്. ഒരു കുറച്ച് വിങ്സ് ഇട്ടിട്ടുണ്ട്, ഇന്നർ വിങ്സ് ഇട്ടിട്ടുണ്ട്, ഔട്ടർ വിങ്സ് ഇട്ടിട്ടുണ്ട്. സോ അവളുടെ റെഫറൻസ് പിക്സ് വെച്ചിട്ടാണ് ഞാനിത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ ലുക്ക് അച്ചീവ് ചെയ്തതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദെൻ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. ഫേസ് ആദ്യം പ്രൈം ചെയ്യാണ്. പ്രൈം ചെയ്യുന്നത് നിവിയ മെൻ സെൻസിറ്റീവ് ക്രീം വെച്ചിട്ടാണ്. അത് ഞാൻ എൻ്റെ ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഫൗണ്ടേഷൻ ആദ്യം ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ കോസ്മെറ്റിക് സ്പഞ്ച് വെച്ചിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്, ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ. പിന്നെ ആൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഞാനൊരു മീഡിയം എൻ്റെ സ്കിന്നിനോട് ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഹെവി ആയിട്ട് ഫീൽ ചെയ്യാണ്ടിരിക്കാനാണ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഫീൽ ചെയ്തിരിക്കുന്നത്. ബട്ട് ആൾ അണ്ടർ ഐസ് കൺസീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ അണ്ടർ ഐസും കൺസീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾ പിമ്പിൾ മാർക്സ് ഒക്കെ കുറച്ച് വിസിബിൾ ആണ്. സോ ഞാൻ വല്ലാണ്ട് കൺസീൽ ചെയ്യുന്നില്ല, ചെറുതായിട്ട് പ്രോബ്ലമാറ്റിക് ഏരിയാസ് യൂഷ്വൽ ഏരിയാസിലൊക്കെ ചെറുതായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാണ്. ഞാൻ ലോറിയലിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആളുടെ ഐബ്രോസ് ഭയങ്കര ഡിഫൈൻഡ് ആണ്. സോ ഞാനത് കുറച്ച് തിക്കായിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് എഴുതുന്നുണ്ട്. നല്ലോണം ഡാർക്ക് ആൻഡ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസാണ് പ്രിയയുടേത്. സോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലൈറ്റായിട്ട് കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഈ പാലറ്റിൽ നിന്നുള്ള ഈ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്സിൽ ആദ്യം കോണ്ടോർ ചെയ്യുന്നു. പിന്നെ അത് എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഞാൻ എൻ്റെ നോസിലും കോണ്ടോർ ചെയ്യുന്നുണ്ട്. നോസിൻ്റെ രണ്ട് സൈഡിലും കോണ്ടോർ ചെയ്തിട്ട് എൻ്റെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് തന്നെയാണ് ഞാനത് ബ്ലെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫോർഹെഡിലാണ് കോണ്ടോർ ചെയ്യുന്നത്. സെയിം ഷെയ്ഡ് തന്നെ വെച്ചിട്ടാണ് ഫോർഹെഡിലും കോണ്ടോർ ചെയ്യുന്നത്. നെക്സ്റ്റ് പിന്നെ ജോ ലൈൻസിലും ചെയ്യുന്നുണ്ട്. ജോ ലൈൻസിലും അതേ കളർ വെച്ചിട്ട് തന്നെ ഞാൻ കോണ്ടോർ ചെയ്യുന്നു. പിന്നെ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഞാൻ എൻ്റെ മേബിലൈൻ്റെ കാജൽ എടുത്തിട്ട് എൻ്റെ ലോവർ വാട്ടർ ലൈനിലും അപ്പർ വാട്ടർ ലൈനിലും ഞാനൊരു കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡൊന്നുമല്ല, ഒരു കോളേജ് ഗോയിങ് ഗേൾ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു മീഡിയം ഡാർക്ക് ഷെയ്ഡാണിത്. അത് അപ്പർ വാട്ടർ ലൈനിലും ലോവർ വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു സ്കെച്ച് ഐലൈനറിൽ എടുത്തിട്ട് ഒരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് അപ്പർ ലാഷ് ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു വിങ് എഴുതി കൊടുക്കുന്നുണ്ട്. ഇന്നർ വിങ്സും ചെയ്യുന്നുണ്ട്, ഔട്ടർ വിങ്സും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇന്നർ വിങ്സും എഴുതുന്നുണ്ട്. മസ്കാര എടുത്തിട്ട് ഞാൻ അപ്പർ ലാഷസിലും ലോവർ ലാഷസിലും മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ബോജ പാരീസിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ലിപ്സിലും ഞാൻ അപ്ലൈ ചെയ്യുന്നു. And here is the final look. Hope you all like it.